പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗവും പിന്നീട് 25 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗവുമാണ്. ഈ തിരുവചന വ്യാഖ്യാനത്തിന് മുമ്പ് ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് ഒരു ചെറിയ അഭ്യർത്ഥന കൂടെ നടത്തട്ടെ. സാധാരണ രീതിയിൽ നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് ലൈക്ക് ബട്ടണിൽ അമർത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൻ്റെ സെറ്റിങ്ങുകളൊക്കെ കുറേ മാറിയതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് നമുക്ക് ലഭിക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്ന് കണ്ടെത്തി അതൊന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം യൂട്യൂബിൻ്റെ പല പോളിസികളിലും മാറ്റം വരുമ്പോൾ നമ്മൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതിൽ അതിൻ്റെ ലൈക്കും പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈയിടെയായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്യണമെന്ന് ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിലേക്ക് വരാം. ഇത് ശ്ലീഹാകാലം 7-ാം ഞായറാഴ്ചയാണ്. ഈ സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വളരെ ഗഹനമായ രീതിയിൽ നമുക്ക് തോന്നും. ഇത് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. കാരണം ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് ഇതിലെ പ്രതിപാദന വിഷയം. ഇങ്ങനെയാണ് തുടങ്ങുന്നത്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നോടുകൂടെ എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എങ്ങനെ രീതിയിലാണ് പോകുന്നത്? അതിനുശേഷം പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല. ഇങ്ങനെ ഉള്ള ആ വിവരണമാണ് മുമ്പോട്ട് നമ്മൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷ രചനയുടെ ശൈലി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ലോജിക്കലായിട്ട് സുവിശേഷം എഴുതിയ ആളാണ് യോഹന്നാൻ ശ്ലീഹ. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ഈ കാര്യങ്ങളുടെ പ്രതിപാദന വിഷയത്തിൻ്റെ ഒക്കെ സാരാംശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. യോഹന്നാൻ ശ്ലീഹായുടെ 13-ാം അധ്യായം കൊണ്ട് ഈശോയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം യോഹന്നാൻ ശ്ലീഹ അവസാനിപ്പിക്കുകയാണ്. 13-ാം അധ്യായത്തിന് മുമ്പ് ഗ്രീക്കുകാർ ഈശോയെ തേടിയെത്തുകയാണ്. ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അതിൻ്റെ പരമകാഷ്ഠയിലാക്കുകയും ലോകത്ത് അന്ന് നിലവിലിരുന്ന വിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ കേദാരം എന്ന് പറയുന്ന ഗ്രീസിൽ നിന്ന് ആളുകൾ തിരക്കിയെത്തുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് ഈശോ പറയുന്നത്, ഗോതമ്പ് പണി നിലത്ത് വീണ് അഴിയേണ്ട സമയമായിരിക്കുന്നു എന്ന് പറയുന്നു. ഈശോ മഹത്വപ്പെടേണ്ട മണിക്കൂർ വന്നിരിക്കുന്നു. ഇനി ലോകം ആസകലം സുവിശേഷത്തിൻ്റെ പ്രഭ ചെന്നിരിക്കുന്നു, അത് പൂർണ്ണമായിരിക്കുന്നു എന്ന് ഈശോ കാണുകയാണ്. കാരണം വിജ്ഞാനത്തിൻ്റെ സ്ഥലത്ത് നിന്നാണ് ആളുകൾ തേടിയെത്തിയത്. പിന്നീട് യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്നത് മുഴുവൻ ഈശോയുടെ പീഡാനുഭവത്തിന് ഒരുക്കമായിട്ടുള്ള കാര്യമാണ്. 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ അതാണ്. അവിടെ ഈ ലോകം വിട്ട് താൻ പോകുന്നതിനെക്കുറിച്ചും അതേസമയം ശിഷ്യന്മാർക്കുണ്ടാകുന്ന ആകുലതകളെ പരിഗണിച്ചുകൊണ്ടുള്ള സാന്ത്വനവും എല്ലാം ചേർന്നാണ്. അവസാനം ശ്ലീഹന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നീതിമാനായ എൻ്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഈശോയുടെ ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ്. അത് അവസാനിക്കുന്ന സമയത്ത് ഈശോ ബന്ധനസ്ഥനാവുകയാണ്. ആ തരത്തിൽ ക്രമബദ്ധമായി വളരെ ചിട്ടയായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വായനയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അത് 14-ാം അധ്യായത്തിലെയാണ്. ഇത് നടക്കുന്നത് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ തലേ രാത്രിയിലാണ്. സെഹിയോൻ മാളികയിൽ വെച്ച് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അന്ത്യത്താഴം കഴിച്ചതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളാണിത്. അതുകൊണ്ട് തന്നെ മത്തായി ശ്ലീഹായുടെ ഗിരിപ്രഭാഷണം ഒക്കെ പോലെ, ലൂക്കാ ശ്ലീഹായുടെ ഒക്കെ സമതല പ്രഭാഷണം ഒക്കെ പോലെ ഇതിനെ മാളിക മുറിയിലെ പ്രഭാഷണം എന്ന് പറയാറുണ്ട്. അവിടെ വെച്ച് ഈശോ വലിയ കൽപ്പന നൽകുന്ന ശിഷ്യന്മാർക്ക്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നുള്ള കൽപ്പന. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. ഈശോ ഈ അന്ത്യത്താഴം കഴിക്കുന്ന സമയത്ത് പറയുന്നു, ഒരാൾ എന്നെ ഉറ്റിക്കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ദാരുണമായ ഒരു സംഭവം നടക്കാൻ പോകുന്നു, ഈശോ തങ്ങളിൽ നിന്ന് വേർവിട്ട് പോകുന്നു എന്നുള്ള ചിന്ത ശിഷ്യന്മാരിൽ ശക്തമാവുകയും അവർ ദുഃഖിതരാവുകയും ചെയ്യുന്ന സമയത്ത് പത്രോസ് ശ്ലീഹ ചോദിക്കും, കർത്താവേ, അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പത്രോസ് ശ്ലീഹ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുകയില്ല എന്ന്
ഈശോ പറയുമ്പോൾ പത്രോസ്ലീഹയുടെ മനസ്സിലെ ദുഃഖവും സങ്കടവും ആകുലതയും എല്ലാം കൂടെ അതിൻ്റെ പരമകാഷ്ഠയിലെത്തിയിട്ട് പത്രോസ്ലീഹ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ നീ പോകുന്നിടത്തേക്ക് വരാൻ സാധിക്കാത്തത്? അങ്ങനെ പറയുന്ന സന്ദർഭങ്ങളിലാണ് ഈശോ ശിഷ്യന്മാരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, അല്പസമയം കഴിഞ്ഞ്, ഇപ്പോൾ ഞാൻ പോകുന്നെങ്കിലും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വീണ്ടും കാണും, എന്നാൽ ലോകം എന്നെ കാണുകയില്ല. അപ്പോൾ എന്നിട്ട് ഈശോ പറയുന്നു, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സഹായകനായി പരിശുദ്ധാത്മാവിനെ നൽകും. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈശോ അവിടെ ആരംഭത്തിൽ പറയുന്ന കാര്യമാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കും. പരസ്പരം സ്നേഹിക്കുവിൻ എന്ന കൽപ്പനയാണല്ലോ ഈശോ നൽകിയത്. ഈശോയുടെ മനസ്സിലെ വലിയ ആകുലത ഇതാണ്. ഈ ശിഷ്യന്മാർ ഈ കുരിശുമരണത്തിൻ്റെ സമയത്ത് അവർ ചിതറിപ്പോവുകയും അവർ തമ്മിലുള്ള ഐക്യമെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമോ എന്നുള്ള ആ ആകുലതയിൽ നിന്നുകൊണ്ടാണ് ഈശോ പറയുന്നത്. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനാണ് ഈശോ. അപ്പോൾ സ്നേഹത്തിൽ ഒന്നിക്കുക എന്ന വലിയ ഒരു കൽപ്പന ഈശോ നൽകിയിട്ട് ഈശോ പറയുന്നു, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ ഈ കൽപ്പന നിങ്ങൾ പാലിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡമായി കൂടെ ഈശോ അത് പറയുകയാണ്. സ്നേഹമുള്ളിടത്ത് മാത്രമേ, ഐക്യമുള്ളിടത്ത് മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടാവൂ എന്ന സൂചന കൂടെ ഈശോ ഈ ഭാഗത്ത് നൽകുന്നുണ്ട്. അല്ലാത്തിടത്ത് അന്തഛിദ്രങ്ങളായിരിക്കും ഉണ്ടാകുന്നത് എന്ന സൂചന കൂടി ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതയായിട്ട് ഈശോ പറയുന്നത് ഇതാണ്. പരിശുദ്ധാത്മാവ് സഹായകനായിരിക്കും. 2-3 കാര്യങ്ങൾ ഈശോ പറയുന്നു. അവിടുന്ന് നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കും, ദൈവികമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നയാളാണ്, സഹായകനായിട്ടുള്ള ആളാണ്. അതുപോലെ ഗ്രാഹ്യമല്ലാത്ത കാര്യങ്ങൾ ഗ്രഹിക്കാൻ തയ്യാറാക്കുന്നവനാണ്. സഹായകൻ, കൂടത്തിൽ ഉള്ള സഹായകൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവായ ദൈവം. പരിശുദ്ധാത്മാവായ ദൈവത്തെ ധ്യാനിക്കുന്ന ആളുകൾക്ക്, പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്, അനുഗ്രഹം യാചിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ധൈര്യം ഉണ്ടാകും. സ്ലീഹന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ ഭയചകിതരായിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്ന ഈ ധൈര്യമാണ്. ധൈര്യശാലികളായിട്ട് അവർ മാറുകയാണ്. ഞാൻ ഓർക്കുന്നത്, ഒരു മനുഷ്യൻ കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ജീവിതത്തിലെ വലിയ കൈപ്പേറിയ ഒരു അനുഭവമായിരുന്നു അത്. അവിടെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന സമയത്ത് ആരുമില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വലിയ ആകുലതകളും ആശങ്കകളും തോരുന്ന സമയത്ത് എൻ്റെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തിയ ഏറ്റവും വലിയ വാക്യം ഇതാണ്, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന വാക്യമാണ്. പരിശുദ്ധാത്മാവ് കൂടെയുള്ള സഹായകനാണ് എന്ന് ഈശോ പറയുകയാണ്. ശിഷ്യന്മാരെ സാന്ത്വനപ്പെടുത്തുന്ന ഏറ്റവും വലിയ വചനമായിരുന്നു അത്. രണ്ടാമത്, ദുർഗ്രഹമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളാണ്. ഓർക്കുന്നത്, ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെയുമായിട്ട് നടക്കുന്ന ഒരമ്മയാണ്. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുകയും പരിഭവിക്കുകയും ചെയ്തിരുന്ന ആ അമ്മ, പക്ഷേ ആ അമ്മയ്ക്ക് ഒരിക്കൽ ഒരു ധ്യാനം കൂടുന്ന സമയത്ത് വലിയൊരു വെളിപാടുണ്ടാവുകയാണ്. ദൈവികമായ വെളിപാട്, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഉണ്ടാകുകയാണ്. അവിടെ നിന്ന് ആ അമ്മ കേൾക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് അമ്മയോട് പറയുന്നതായിട്ട് അമ്മ തന്നെ പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നു. അത് ഈ കുഞ്ഞിനെ നോക്കാനുള്ള ആ കരുതൽ ഉള്ളത് നിനക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ ഇങ്ങനെയൊരു കുഞ്ഞിനെ തന്നത്. അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കയ്യിലായിരുന്നെങ്കിൽ അത് പണ്ടേ ഈ ലോകത്ത് നിന്ന് മാഞ്ഞു പോകുമായിരുന്നു. ആ അമ്മയ്ക്ക് വലിയ സങ്കടമുണ്ടായി. വലിയ ആദരവോടുകൂടി, വലിയ സ്നേഹത്തോടുകൂടി ആ കുഞ്ഞിനെ പിന്നീട് നോക്കാൻ, പരിപാലിക്കാനുള്ള ആ വലിയ ശക്തിയും കൃപയും ഒക്കെ ലഭിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നമ്മുടെ എല്ലാ കലാലയങ്ങളിലും ഒരു കാലത്ത് അങ്ങനെ ഒരു പ്രാർത്ഥനയായിരുന്നല്ലോ. നമ്മൾ കണക്ക് പഠിച്ചാലും ഫിസിക്സ് പഠിച്ചാലും ഏത് വിഷയങ്ങൾ പഠിച്ചാലും നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, വെളിച്ചം പകരണമേ, വെളിവ് നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനെ, നിന്നെ പൂർണ്ണമായി അറിയാൻ, ഈ അറിവാലെ നിറയാൻ,
നിറഞ്ഞ അറിവിൽ വളരാൻ, ഈശ്വര കൃപയിൽ വളരാൻ എന്ന് പറഞ്ഞുള്ള ആ ഗാനമായിരുന്നു നമ്മുടെ കലാലയങ്ങളിൽ നിന്നും നമ്മുടെ സ്കൂളുകളുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഒരു കാലത്ത് കേട്ടിരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ സ്കൂളുകളിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ അക്ഷരാഭ്യാസം പോലും തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഈശോയുടെ ഈ ഭാഗം നിറഞ്ഞു നിൽക്കട്ടെ. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.